കുതിരക്കച്ചവടം നടത്തി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ തൻ്റെ 108 MLA-മാരും രാജിവെക്കുമെന്ന് വിജയ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. ആകെയുള്ള 234 സീറ്റുകളിൽ 118 സീറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ അംഗബലമുള്ള പാർട്ടിക്കോ മുന്നണിക്കോ ആ സംസ്ഥാനം ഭരിക്കാം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയുടെ TVKയ്ക്ക് 108 സീറ്റുകളാണ് ഇപ്പോഴുള്ളത്. അതിനൊപ്പം തന്നെ സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ 5 സീറ്റുകൾ കൂടി ചേരുകയാണ്. അങ്ങനെ 113 സീറ്റുകൾ. അത്രയും സീറ്റുകൾ ഒരു മുന്നണിക്കും പാർട്ടിക്കും വേറെ ഇല്ല എന്നിരിക്കെ സംസ്ഥാനം ഭരിക്കാൻ യോഗ്യരല്ലെന്നും പറഞ്ഞ് ഗവർണർ BJP ഏജന്റ് കൂടിയായ ആർലേക്കർ വിജയിയെ ഇങ്ങനെ തിരിച്ചയച്ചുകൊണ്ടേയിരിക്കുന്നു. അത് BJPയുടെ നിർദ്ദേശപ്രകാരമെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയാകാൻ സമ്മതിച്ചാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ് പതിവ്. എന്നിരിക്കെ വലിയ ഒറ്റക്കക്ഷിയായ TVKയുടെ സഭാകക്ഷി നേതാവിനെ ഇങ്ങനെ തിരിച്ചയച്ചുകൊണ്ടേയിരിക്കുന്നു. അതും ഒരു ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നൊരു സമീപനം തന്നെയാണ്. ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മറ്റ് മുന്നണികളെ വിളിക്കുകയോ അല്ലെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമെന്നിരിക്കെ ഇങ്ങനെ ഉത്തരവാദപ്പെട്ടവർ തന്നെ രാഷ്ട്രീയ അനിശ്ചിതത്വം നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് വിജയ് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. AIADMKയും DMKയും ഒക്കെ കൂടി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കുതിരക്കച്ചവടത്തിന് മുതിർന്നാൽ തങ്ങളുടെ 108 MLA-മാരും രാജിവെക്കും എന്നുള്ളതാണ് ആ മുന്നറിയിപ്പ്. അതിനപ്പുറം വലിയ ഒരു പ്രതിസന്ധി വരാനില്ല. അതിന് ഗവർണർ മറുപടി പറയേണ്ടി വരും. TVKയും കോൺഗ്രസും ചേർന്നാൽ 113 സീറ്റുകൾ ഉണ്ടെന്നിരിക്കെ DMKയുടെ 59ഉം AIADMKയുടെ 47ഉം ചേർന്നാൽ തന്നെ 106 സീറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. പിന്നീട് വരുന്ന ഒട്ടനവധി ചെറുകക്ഷികളിൽ പലരും, അതായത് മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റുകൾ അടക്കം വിജയ്ക്കൊരു പക്ഷേ പിന്തുണ കൊടുത്താൽ തമിഴ്നാട് അവർക്ക് ഭരിക്കാൻ കഴിയും. അതിനെല്ലാം ഇപ്പോൾ എതിര് നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും BJP നൽകുന്ന വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ്. ആകെ ഒറ്റ സീറ്റ് മാത്രം തമിഴ്നാട്ടിലുള്ള BJP AIADMKയുടെ ഒപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. BJPയെ ഒപ്പം കൂട്ടില്ല എന്ന് വിജയ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതാണ്. വിജയ് വഴി തമിഴ്നാട്ടിൽ കളം പിടിക്കാമെന്ന് കരുതിയ BJPയുടെ നെഞ്ച് തകർത്തുകൊണ്ടായിരുന്നു അങ്ങനെ അകറ്റി നിർത്തിയത്. അതിൻ്റെ പ്രതികാരമാണിപ്പോൾ BJP ദില്ലിയിൽ നിന്നും ഗവർണറെ ഉപയോഗിച്ച് ചെയ്യിക്കുന്നത് എന്നുറപ്പ്. ഏതായാലും വിജയ്ക്ക് തമിഴ്നാട് ഭരിക്കാൻ വേണ്ടത് ഇനി കേവലം 5 സീറ്റുകൾ മാത്രമാണ്. മറിച്ചാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 പാർട്ടികളെങ്കിലും ഒന്നിച്ചു ചേരണം. അതിൽ തന്നെ DMKയിൽ വലിയ പ്രതിഷേധമാണിപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതായത് AIADMKയുമായുള്ള DMKയുടെ സഖ്യനീക്കത്തിൽ സ്റ്റാലിൻ്റെ സഹോദരിയും MP-യുമായ കനിമൊഴിക്ക് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അത് തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് പ്രമേയത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയതോടെയാണ് ഇന്നലത്തെ DMK യോഗത്തിൽ നിന്ന് കനിമൊഴി വിട്ടുനിന്നത്. ഇതോടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാർക്കായുള്ള കസേരകളൊക്കെ വേദിയിൽ നിന്ന് മാറ്റി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാരിൽ മുതിർന്ന നേതാവായ പെരിയസ്വാമിയെ മാത്രമാണ് വേദിയിൽ ഇരുത്തിയത്. ഇങ്ങനെ സർക്കാർ രൂപീകരണം വൈകുന്ന സാഹചര്യത്തിൽ സ്റ്റാലിൻ്റെ വീട്ടിലെ യോഗത്തിൽ നിർണായകമായ ചർച്ചകളാണ് നടന്നത്. DMKയ്ക്ക് തന്നെ ഒരു അപകടം മണത്ത ആ യോഗത്തിൽ AIADMKയുമായി സഖ്യത്തിന് ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനകളാണ് വരുന്നത്. ഗവർണർ TVKയെ ക്ഷണിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായമെന്ന് ഇടതു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ DMK നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. DMK-AIADMK സഖ്യത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇതെല്ലാം BJP നടത്തുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കമെന്നും DMK തിരിച്ചറിയുകയാണ്. AIADMK സഖ്യം ജനം അംഗീകരിക്കില്ല എന്ന് സ്റ്റാലിനോട് എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. BJPയുടെ പിൻബലത്തിലുള്ള AIADMKയുടെ നീക്കം അത് DMKയെ തകർക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും സംശയിക്കുന്നു. ഏതായാലും DMK-AIADMK നീക്കം നടക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJPയും ഗവർണറും ശ്രമിച്ചാൽ 108 MLA-മാരും രാജിവെക്കുമെന്ന കിടിലൻ മുന്നറിയിപ്പാണ് വിജയ് നൽകിയിരിക്കുന്നത്. അത് കേന്ദ്രത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.